ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്കൂൾ തുറന്ന് അതിൻ്റെ തിരക്കും അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. തിരക്കിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. ഒരു 2 ഡേ ഉള്ള വ്ളോഗാണ്. ആദ്യത്തെ ദിവസം സ്കൂൾ തുറക്കുന്ന ടൈമിന് യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ലേനും അതുകൊണ്ട് തന്നെ കളർ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം യൂണിഫോം കിട്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ പറഞ്ഞേക്കലെന്ന് വെച്ചാൽ ഒരു യുദ്ധം കഴിയും പോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു അലങ്കോലായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ എല്ലാം പിന്നെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടാ. കാരണം ഇപ്പം മക്കൾ സ്കൂളിൽ പോകുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പം സ്കൂളെല്ലാം തുറക്കുന്നതിൻ്റെ തലേന്നാണ്. അപ്പം ഞാൻ ടൗണിൽ വന്നിട്ടുള്ളതാണ്. 2 ആൾക്ക് ഷൂവും പിന്നെ സ്കാർഫും മേടിക്കേണ്ടതുണ്ട്. അപ്പം അത് 2 മാത്രമേ കിട്ടേനുള്ളൂ. ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഒരാളെ ഷൂ മാത്രമേ ഇവിടെ ഉള്ളൂ സൈസ്. ബാക്കിയുള്ളവളെ തൊട്ടപ്പുറത്തെ ഷോപ്പിലുണ്ടാവും. ഇവിടെ ആടി ഇവിടെ എല്ലാം ആയിട്ട് തൊട്ട് ഷോപ്പുകളുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. മറന്നുപോയി, സ്കൂൾ നോട്ടും കൂടി ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കർ എല്ലാം അനിയത്തി ചെയ്തേരുന്നു പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എല്ലാം വെച്ചിട്ട്. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. മദ്രസയിൽ പോകുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഫുൾ തിരക്കേനു. അപ്പോൾ 2 ആളെ സ്കൂള് 9 മണിക്കാണ്. അപ്പോൾ 9:05 ആദ്യമായിട്ട് സ്കൂളായതുകൊണ്ട് തന്നെ ഒന്നും തിരിയുന്നില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും തിരിയുന്നില്ല. അപ്പം ഒരാളത് 2nd ഫ്ലോറിൽ, മറ്റേ ആളത് 3ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ ക്ലാസ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ചെറിയ മോളെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. LKG മക്കളെ, അതായത് ആദ്യമായിട്ട് സ്കൂളിൽ പഠിച്ച വിട്ടുന്ന ആദ്യാക്ഷരം പഠിക്കാൻ വരുന്ന മക്കളെ വെൽക്കം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റേജിലും ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്, കർട്ടനെല്ലാം ഇട്ടിട്ട്. അപ്പോൾ വൈകുന്നേരം വരെ സ്കൂളിലുകൊണ്ട് തന്നെ ലഞ്ചും സ്നാക്സും കൊടുത്തു വിടണം. അപ്പോൾ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. ഇനി മോളെ കൊണ്ടാക്കുന്ന സമയത്ത് അവരെ കയ്യിൽ കൊടുക്കണം. അപ്പം ഞാൻ ഇന്ന് കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തലേന്ന് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പെരുന്നാൾക്ക് ഇറച്ചി കിട്ടിയോണ്ട് തന്നെ കുറച്ച് ബാക്കി ഉണ്ടേനും. അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ടാണ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാളാകുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്നെല്ലാം കുറേ ഇറച്ചിയെല്ലാം കിട്ടുന്നത്. പിന്നെ കുഞ്ഞിപ്പത്തിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നത്തെ സ്കൂൾ വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ദുബൈയിലുള്ള സമയത്ത് തന്നെ ഞാൻ തലേന്ന് ഇറച്ചിക്കറി ആക്കിയിട്ട് പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയെടുക്കും കേട്ടോ. 4:30 മണിക്ക് എണീച്ചിട്ട് അവിടെ ആകുമ്പം 6:30 മണിക്ക് ബസ് വരും. ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും നോക്കേനില്ല. ആ ഒരു ടൈമിന് എങ്ങനെയല്ലോ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് കക്കരി വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പും ചെറുനാരങ്ങയും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് നോർമലായിട്ട് കഴിക്കാൻ. ഇത് കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ലതല്ലേ വെജീസ് എന്തെങ്കിലും കൊടുക്കല്. ഇന്ന് 2 ആൾക്ക് മാത്രമേ ലഞ്ച് വേണ്ടുള്ളൂ. ചെറിയ മോക്ക് വേണമെന്നില്ല, കാരണം എൻ്റെ കൂടെ തന്നെ അവൾ വരും. ഈ ഒരു ടിഫിൻ ബോക്സ് ഞാൻ നെസ്റ്റോന്ന് മേടിച്ചതാണ്. ഇത് മേടിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സ്പൂണുള്ളതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കാം. അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് രണ്ടും സ്റ്റീലിൻ്റെതായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് നല്ലതാണ്. എരിവുണ്ടെങ്കിലും അവർ നന്നായിട്ട് കഴിച്ചോളും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെന്നെ ഇടക്കൽ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ അട ഉണ്ട്, ബീഫ് വെച്ചിട്ടും മീൻ വെച്ചിട്ടും എല്ലാം, അതും ഇഷ്ടമാണ്. അങ്ങനെയുള്ള കറി കുറവുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ കൂടുതൽ കൊടുക്കൽ. പിന്നെ പ്രത്യേകിച്ച് സ്കൂളിൽ ഹെൽത്തി ഫുഡാണ് കൊടുക്കണം എന്ന് പറയുന്നത്. ബിസ്ക്കറ്റൊന്നും തീരെ കൊടുക്കരുത്. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ ബിസ്ക്കറ്റ് ആയിരുന്നു 2 ആൾക്ക് കൊടുത്തിട്ടുള്ളത്. ടൈം ഇല്ലാത്തതുകൊണ്ട് ഇവരെ വേഗിൽ ബിസ്ക്കറ്റാണ് വെച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ലഞ്ചിനായിട്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 2ാമത്തെ ദിവസം ഞാൻ ഫുൾ ഹെൽത്തി ഉള്ളതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഇനി മോളെ ബാഗിൽ സ്ലേറ്റും പിന്നെ പെൻസിലും മാത്രമേ വെക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകേണ്ടതില്ല. പക്ഷേ അവൾക്ക് ബാഗ് കൊണ്ടുപോകണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാഗിൽ സ്ലേറ്റും പെൻസിലും വെച്ചു കൊടുക്കുന്നത്. അവന് ലഞ്ചൊന്നും വേണ്ടയില്ല. അവിടെ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ലഞ്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലേറ്റ് കൊണ്ടുപോകുന്നുണ്ട്. നല്ല സാമ്പാറും ചോറും അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല, കഴിച്ചോളും. ഇനി 9th 10th ആയി കഴിഞ്ഞാൽ ഫുഡ് അവിടെ ഉണ്ടാവില്ല. രാവിലെ കെറ്റിലിൽ ചൂടുവെള്ളം വെച്ചിട്ട് ആറ്റി തണിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഞാൻ വെള്ളം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റി തണിഞ്ഞിട്ട് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ വേഗം തന്നെ എണീറ്റിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉമ്മയും കൂടെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഒപ്പരം തന്നെ ഉണ്ടാവും. ഇനി 2ാമത്തെ ദിവസം വൈകുന്നേരം വരെ ഇരിക്കണ്ടേ. അങ്ങനെ സ്കൂൾ എത്തിയിട്ടുണ്ട്. എത്തിയ പാടന്നെ ഒരു പൗച്ച് കൊടുത്തിട്ടുണ്ടേനും അവിടുത്തെ മാം. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നേരെ ഉസ്താദിൻ്റെ കൈയും പിടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഒന്നും പറയുന്നില്ല. അപ്പം കുറേ ബലൂണെല്ലാം കിട്ടിയിട്ടുണ്ട്. പേരോട് ഉസ്താദാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ പ്രസംഗം എല്ലാം അവിടെ കേൾക്കുന്നുണ്ട്. ദുആ ഉണ്ട്, ഫാത്തിയും സൂറത്തെല്ലാം ഓതിയിട്ടാണ് മക്കളെ സ്വീകരിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത്. ബലൂണെല്ലാം കിട്ടിയോണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അത് മാത്രമല്ല, മാം പൗച്ച് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ഞാനത് ബാഗിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു എറേസറും പിന്നെ പെൻസിലും ഷാർപ്നറും ഉണ്ട്. പിന്നെ പായസവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുടിച്ച് നമ്മൾ കുറേ നേരം അവിടെ എല്ലാം നിന്ന് പിന്നെ ബാക്കിയുള്ള മക്കളെ ക്ലാസ് റൂമിലെല്ലാം പോയി കിറ്റെല്ലാം കൊടുത്തിട്ടാണ് ഇങ്ങനെ പോന്നിട്ടുള്ളത്. നേരെ എൻ്റെ വീട്ടിൽ പോയി അവിടെ എത്തിയ പഠനം ഈ ഒരു വലിയൊരു ചാമ്പക്ക ഉമ്മാമ തന്ന്. അപ്പോൾ അതെല്ലാം തിന്ന്. ഇത് ഉപ്പിലിടാനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ പേരക്ക മരമുണ്ട് ഇവിടെ. തൊട്ടപ്പുറത്ത് ഉപ്പ നട്ടിട്ടുള്ള വേറെ ഏതോ ഒരു ചെടിയാണ്. അപ്പുറത്തെ വീട്ടിൽ കാണുന്നില്ല നിങ്ങൾ, അത് കശുവണ്ടിയാണ്. നമ്മൾ പൃത്തിക്ക മാങ്ങ എന്ന് പറയും. ആ ഒരു മരമാണ്.
പിന്നെ ഇത് ബട്ടറാണ്. ബട്ടർ കുറേ ഉണ്ടായിട്ടുണ്ട് ഇനി പ്രാവശ്യം. പിന്നെ അത് നിങ്ങൾ കാണുന്നില്ലേ കായ്ച്ചിട്ടുള്ളത്, അത് മുള്ളൻചക്കയാണ്. മുള്ളൻചക്കക്ക് വേറെ ഏത് പേരാ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സീതപ്പഴം അത് ഇതിനാണോന്നും അറിയില്ല. പക്ഷെ ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഓരോ അസുഖത്തിനും നല്ലൊരു മെഡിസിനും കൂടിയാണിത്. പിന്നെ ബട്ടറും ഉണ്ട്, ജ്യൂസ് അടിച്ചിട്ട് അനിയത്തി തന്നിട്ടുണ്ടേനും. അതും കൂടി കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. ഇനി പിറ്റേത്തെ ദിവസമാണ്. രാവിലെ തന്നെ 2 മക്കളെ ഞാൻ മദ്രസയിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. അവന് സൈക്കിളും കൊണ്ട് പോയിക്കോളും. അവന് 6:30 മണിക്കും ഇവർക്ക് 7 മണിക്കുമാണ്. സാധാരണ പർദ്ദ ഇട്ടിട്ടാണ് പോക്ക്. പക്ഷെ ഇത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ യൂണിഫോം ഇട്ടിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ മദ്രസയും വിട്ട് വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. മദ്രസയിൽ നിന്ന് 8:30 മണിക്ക് കൂട്ടി വന്നിട്ടുള്ളതാണ്. ഇനി 9 മണിക്ക് സ്കൂൾ എത്തിക്കണം. ആ ഒരു ഇപ്പോൾ 8:40 ഇനി ആകെ തിന്നതിന് മാത്രമേ സമയമുള്ളൂ. ബാക്കി ഒന്നിനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലഞ്ചും കൊടുത്തു വിടാനാവില്ല ഈ ഒരു സമയത്ത്. സ്കൂളിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അപ്പം ഇപ്പാണ് തിരക്ക് പിടിച്ചൊരു ദിവസം നടന്നത്. അത്രക്കും തിരക്കാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു കുക്കറില്ലേ, ഇത് തലേന്ന് ഞാൻ ഇറച്ചിക്കറി വെച്ചതായിരുന്നു. പക്ഷേ ഇറച്ചിക്കറി ചൂടാക്കാൻ വെച്ചിട്ട് അങ്ങനെ തന്നെ കരിഞ്ഞു പോയി. കറി എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചതായിരുന്നു. അപ്പം മക്കൾ അടികൂടൽ പരിഹരിക്കാൻ വേണ്ടി പോയി. പിന്നെ അങ്ങനെ തന്നെ മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മ വന്നപ്പം എല്ലാം കരിഞ്ഞു പോയി. ആകെ മേലെ മാത്രമേ ഉണ്ട്. അപ്പോൾ അത് അവന് വേണം എന്നിട്ട് കുറച്ച് ഞാൻ കൊടുത്തതാണ് കേട്ടോ. 2 വാട്ടർ ബോട്ടിൽ ഞാൻ നിറച്ചു കൊടുക്കുന്നുണ്ട്, സ്റ്റീലിൻ്റെതാണ്. അപ്പോൾ ആറ്റിത്തന്നെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നെസ്റ്റോന്ന് മേടിച്ചതാണ്. അവന് നേരത്തെ ഓൻ തന്നെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓൻ്റെ അത് നിറക്കേണ്ടതില്ല. അപ്പം ഇത് 2 ആക്കാണ്. അപ്പോൾ 2 ആളതാണ് ഇപ്പം ഞാൻ വിട്ടുകൊടുക്കുന്നത്. ഓരിക്കാണ് ഏറ്റവും ഫസ്റ്റ് എത്തേണ്ടത്. പിന്നെ മാത്രമല്ല അവനും ഇന്ന് കൊണ്ടായി കൊടുക്കണം. കാരണം 8:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നടന്നിട്ട് എന്തായാലും സ്കൂളിലേക്ക് എത്തൂല. അവന് ദോശയും ഉരുളക്കിഴങ്ങിൻ്റെ കറിയും ഇറച്ചിക്കറിയെല്ലാം മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. വലൈക്കും സലാം. അങ്ങനെ 2 ആളെ കൊണ്ടാക്കി കറക്റ്റ് ടൈമിനാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ വീട്ടുകാരനൊന്നും സമയമില്ല. നേരെ അവനോട് വരാൻ പറഞ്ഞിട്ട് ഇനി ഓനെ സ്കൂൾ കൊണ്ടായി കൊടുക്കണം. ഇപ്പം തന്നെ 9:15 ആയിട്ടുണ്ട്. 9:15 9:20 ആയിട്ടുണ്ട്. 9:30 മണിക്കാണ് ഓനിക്ക് സ്കൂൾ എത്തേണ്ടത്. 9:45 ടോട്ടൽ ക്ലാസ് എല്ലാം തുടങ്ങുക. ഓൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയോണ്ടാണ് ഞാൻ ഓനെ കൊണ്ടായി കൊടുക്കുന്നത്. പക്ഷേങ്കിലുണ്ടല്ലോ ഓലേക്കാട്ട് മുന്നേ ഇവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരെല്ലാം വൈക്ക് വെച്ച് കണ്ടിട്ടുണ്ടേനും. ഈ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഐസേൻ്റെത്. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകണം. അപ്പോൾ 25 കുട്ടികളുള്ളതെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടേനും. കളറൊന്നും ഇടാൻ പറ്റൂല, യൂണിഫോം മാത്രമേ പറ്റുള്ളൂ. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് മേടിക്കാന്ന് വെച്ചിട്ട് MR ബേക്കറി കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ ഫേമസ് ബേക്കറിയാണ്. അപ്പം ഇവിടെ കുറേ ചോക്ലേറ്റ് ഉണ്ട്. ആകെ കൺഫ്യൂഷനായിട്ടാണ് ഉള്ളത്. ഈ ഒരു ബുൾഡാക്കിൻ്റെ നൂഡിൽസ് വരുന്ന ടൈമിന് കൊണ്ടുവന്നിട്ടുണ്ടേനും. 46 43 ദിറംസായിട്ട് ഉണ്ട് അവിടെ. ഇവിടെ നോക്കുമ്പം 780 800 അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. കണക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെയാണോ കൂടുതൽ അവിടെയാണോ കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാ ഇതും ഉണ്ട്, ബ്ലാക്കും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ പിങ്ക് ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അത് ഞാൻ വരുമ്പം കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ മഞ്ച്, കിറ്റ്കറ്റ് അങ്ങനെ കുറേ ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ ഒരുമിച്ചിട്ടുള്ള ചോക്ലേറ്റ് കിട്ടണം. അപ്പോൾ അതാ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ക്രിസ്പലോ ഡയറി മിൽക്കിൻ്റെ ക്രിസ്പലോ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമെല്ലാം ഇവർക്ക് കൊടുക്കലുണ്ട്. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, 40 ഉണ്ടാവും. അതിൻ്റെ കൂടെ ഹാഫ് കുക്കഡ് ചപ്പാത്തിയും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു അരി ഉണ്ടെല്ലാം നല്ലതാണ് കേട്ടോ. ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം നോക്കുന്നുണ്ട്. ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ അധികം മേടിക്കലില്ല. സ്വീറ്റ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ MR ബേക്കറിയിലെ സ്പെഷ്യലാണ് ഈ ഒരു കേക്ക്, നോർമൽ ടീ കേക്ക്. ഇത് ഹസ്ബൻഡിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഗൾഫിലേക്കെല്ലാം കൊടുത്തു വിടലുണ്ട് കേട്ടോ ഈ കേക്കെല്ലാം. പിന്നെ പല ബിസ്ക്കറ്റ് നമ്മൾ പണ്ടെല്ലാം സ്കൂൾ പോകുന്ന ടൈമിന് മദ്രസയിൽ പോകുന്ന ടൈമിന് ചായക്ക് കാലി ചായക്ക് ഉമ്മയെല്ലാം ഈ പല ബിസ്ക്കറ്റ് കൊള്ളി ബിസ്ക്കറ്റ് എല്ലാമാണ് തരുത്ത്. അതൊരു നൊസ്റ്റാൾജിക് ഓർമ്മക്കായിട്ട് ഞാനതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ചുക്കപ്പം. ഈ ചുക്കപ്പം എന്ന് പറഞ്ഞ സാധനം ഉമ്മ പണ്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കലൊന്നും ഇല്ല കേട്ടോ. പ്രായമെല്ലായില്ലേ, അതുകൊണ്ട് ഉമ്മക്ക് ഇപ്പോൾ അതിനൊന്നും കയ്യല്ല. ഞാൻ റെസിപ്പി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് തലേ കടന്നിട്ടില്ല. ഇനി ഇൻഷാല്ലാ ഉണ്ടാക്കി നോക്കണം അമ്മനോട് ചോദിച്ചിട്ട്. പിന്നെ ബാക്കി ഇനി ഒന്നും മേടിച്ചിട്ടില്ല. ടൗണിൽ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും മേടിക്കാനുണ്ടോ, മീൻ മേടിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ടൈമില്ല. 9:50 ആയിട്ടുണ്ട്. ഇനി എന്താവോന്ന് അറിയില്ല. ആള് നല്ല ഉറക്കാണ് കേട്ടാ. ഇനി എണീച്ച് കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് 10:15 എങ്ങനെയാ സ്കൂൾ എത്തുമെന്ന് അറിയില്ല. പാട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കരച്ചിലാണ്. അപ്പോൾ കുളിക്കാനെല്ലാം മടിയാണ്. ഈ ഒരു യൂണിഫോമാണ് ഇന്ന് ഇടുന്നത്. സ്കേർട്ട് മാത്രം റെഡിമെയ്ഡ് അല്ല, ബാക്കിയെല്ലാം റെഡിമെയ്ഡാണ്. ബാക്കിയുള്ള 2 മക്കളതും റെഡിമെയ്ഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം സ്കേർട്ട് തയ്ച്ചിട്ട് ഇന്നലേനും കിട്ടിയിട്ടുള്ളത്. നല്ല യൂണിഫോമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബെൽറ്റും ഷോക്സും എല്ലാം തന്നിട്ടുണ്ടേനു. ടൈം ഉണ്ടല്ലോ അതിക്രമിച്ച് കടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒട്ടും ടൈമില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞോടാ. ഈ ഒരു ക്രിസ്പലോൻ്റെ ചോക്ലേറ്റ് ആണ് സ്കൂളിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ മോള് ചായ കുടിക്കൂല, ബൂസ്റ്റ് വേണമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാൻ
പാലും വെള്ളം മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റൊന്നും ഇവിടെ സ്റ്റോക്ക് ഇല്ല, തീർന്നു പോയിട്ടുള്ളത്. പാക്കറ്റിന് ഞാൻ മേടിക്കൽ. അപ്പോൾ അതെന്തായാലും കണ്ടു കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ ഒരു കഴിക്കും. ഉണ്ടാക്കിയ ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് കാണാണ്ട് എടുത്ത് വെക്കലേനും. ഇനി ഇവളെ ഇന്ന് സ്കൂളിലേക്ക് സ്ലേറ്റും ഈ ഒരു ടെക്സ്റ്റ് ബുക്കും മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മക്കളല്ലേ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അയക്കുണ്ടെങ്കിൽ ഒരിക്കൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൗച്ചിൽ പെൻസില്, റബ്ബർ, ഷാർപ്നർ, പിന്നെ ക്രയോൺസ്, അതുമാത്രമല്ല സ്ലേറ്റിൽ എഴുതുന്ന പെൻസിലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, കാരണം ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് ഒന്നും പറഞ്ഞൂടാ. അങ്ങനെ ഫുഡെല്ലാം കഴിക്കാൻ കുറച്ച് ടൈം ആയിട്ടുണ്ടേനും. ഓളെന്നെ കഴിച്ചോളും, ഞാൻ അങ്ങനെ വായിൽ വെച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം എല്ലാം മാറ്റി ബാഗ് അവൾക്ക് പുറത്തന്നെ ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തിട്ട് വാട്ടർ ബോട്ടിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്ടർ ബോട്ടിൽ ചെറിയ മക്കൾക്കായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മക്കളെ പോലെ സ്റ്റീലിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾക്കത് തിരിച്ച് കുടിക്കാനൊന്നും പറ്റൂല. പിന്നെ അതുപോലെ വെള്ളം തിരിച്ചും കൊണ്ടുവരും. അങ്ങനെ യൂണിഫോമെല്ലാം ഇട്ട് റെഡിയായി നേരെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10:15 എത്താൻ പറ്റൂല, 10:30 കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ലഞ്ച് കൊണ്ടുപോയിട്ടില്ല കേട്ടാ. അപ്പം പെട്ടെന്ന് തന്നെ വേണം, ചെറിയ മക്കൾക്ക് സ്നാക്ക് പെട്ടെന്ന് കഴിക്കേണ്ടതാണ്, 10:45 കഴിക്കേണ്ടതാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കരണ്ടും പോയിട്ടുണ്ടേനും. അപ്പോൾ കരണ്ട് പോയോണ്ട് തന്നെ ഒരു ട്രിപ്പ് മാത്രമേ അരി അരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമതും അരി അരച്ചിട്ട് പച്ചരിൻ്റെ ദോശയാണ് കൊടുക്കുന്നത്. ഈ ഒരു ദോശ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചരിയും ചോറും കുറച്ച് തേങ്ങയും മിക്സ് ആക്കിയിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നതാണ്. ഓരോരുത്തർക്കും 1.5 ആയിട്ട് രണ്ടാക്കും. ചെറിയ മോക്ക് ഒരു ദോശയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവള് കഴിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, കുറേ ടൈം എടുക്കും ഇവർ കഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ മാം നോക്കിക്കോളും. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിതിൽ മുന്നേല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ മുട്ട പൊങ്ങിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കലാണ്. ഇവർക്ക് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്രയ്ക്ക് സിമ്പിളാണ്, ഉള്ളിയൊന്നും വാട്ടാണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കുഞ്ഞിപ്പത്തിൻ്റെ എല്ലാം കൂടെ തന്നെ ഇടാം. കാരണം നിങ്ങൾക്ക് മസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അധികം എരിവൊന്നും ഇല്ല, മക്കൾക്കെല്ലാം വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബാജിക്കറി എന്ന് പറയും, ഒരു മഞ്ഞക്കറിയുണ്ട്, അതും നല്ലതാണ് കേട്ടോ. ബാജിക്കറി ദോശേൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. ഞാൻ ഓരോരുത്തരയിലും 2 പകുതി മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, പക്ഷേ മുട്ട നല്ലതാണ്. നമ്മൾ ലഞ്ചിൻ്റെ ഒപ്പം എല്ലാം മുട്ട തിന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് തടിക്കൊന്നുമില്ല, പ്രോട്ടീനെല്ലാം അടങ്ങിയിട്ടുള്ളതല്ലേ. പിന്നെ ഭയങ്കരമായിട്ട് ഹെൽത്തിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ലഞ്ച് ബോക്സ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നേരെ കിറ്റിലോട്ടേക്ക് നമുക്ക് മാറ്റണം. ഇതിപ്പോൾ ചെറിയ മോളതാണ്. ഓൾക്ക് ഞാൻ സ്നാക്കായിട്ട് കദളിപ്പയാണ് കൊടുക്കുന്നത്. കദളിപ്പയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു 3 കദളിപ്പയം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം എൻ്റെ തീരുമാനം നേന്ത്രപ്പയം മുറിച്ചിട്ട് വാട്ടിയിട്ട് വെള്ളയിലിട്ടിട്ട് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ടൈമില്ല, നമുക്ക് ഒട്ടും ടൈമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പണി നിർത്തിയിട്ടുണ്ട്. ഇനി നാളെ ആട്ടം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കർച്ചീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്തെല്ലാം ആടി ഇവിടെ എല്ലാം ആക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരിക്കൽ പിരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം എല്ലാ മക്കൾക്കും ഞാൻ കൊടുക്കലുണ്ടേനും. ഇപ്പോൾ അവർ വലുതായതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിട്ട് കഴിച്ചോളും. ഇനി ഇത് രണ്ടാമത്തെ മോളതാണ്. ഇതിൽ ഞാൻ റോബസ്റ്റ് പഴവും ഒരു കദളിപ്പയാണ് കൊടുക്കുന്നത്. റോബസ്റ്റ് പഴം ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു റോബസ്റ്റ് പഴം നമ്മൾ അങ്ങുള്ള ഫിലിപ്പീനി പഴം പോലെയാണ്, പക്ഷേ അതിലും നല്ല മധുരവും എല്ലാം ഉണ്ടാവും. അപ്പോൾ സ്നാക്കും ലഞ്ചും ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇനി ഓരോ ദിവസം ഇങ്ങനെ എന്താണ് നാളെ കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയായിരിക്കും എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് മക്കളെല്ലാം സ്കൂളെല്ലാം പോകുന്നുണ്ടെങ്കിൽ. അപ്പം ഇനി മൂന്നാമത്തെ ആളേലും ഞാൻ റോബസ്റ്റ് പഴവും കദളിപ്പഴം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കിറ്റിന്റെ മുകളിലെല്ലാം ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്, മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ 2 ചോക്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇവൾക്ക് എന്തായാലും ചോക്ലേറ്റ് കിട്ടൂല, മറ്റവൾക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഓൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ചെറിയ മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം കൂട്ടക്കരച്ചിലായിരിക്കും. കാരണം മോർക്ക് ചോക്ലേറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഇന്നേ കുട്ടി കൊണ്ടുവന്നിട്ടല്ലേ എന്ന് പറയും. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കിറ്റും എല്ലാം ആയിട്ട് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. 11:30 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൊണ്ട് കൊടുത്തിട്ട് റൂമിലെത്തി കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിട്ട് ഉണ്ടാവും. ഇനി അത് ക്ലീൻ ആക്കണം, ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയ വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ.